ഇതുണ്ടോ പപ്പായ. ഇത് ഇടിച്ചക്ക പരുവമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ പ്രാവശ്യം ചക്ക അധികം വലുതായിട്ടില്ല. അറിയില്ല, ഇനി നാളെ ഒരെണ്ണം വെട്ടി നോക്കുമ്പോൾ അറിയാം വേവിക്കാൻ പറ്റുമോ അത് തോരൻ വെക്കാൻ പറ്റുമോ എന്നൊക്കെ. ഞാലിപ്പൂവനാണെന്നാണ് പറയുന്നത്. ഞാലിപ്പൂവൻ നല്ലതായിട്ട് വലുതായി കേട്ടോ. കായ്ക്ക് ഇത്രയും മുഴുപ്പായിട്ട് കിട്ടുന്നത് ആദ്യമായിട്ടോ. ഇത്രയും വലിപ്പം വെക്കാറില്ല കായ. നല്ല വലിപ്പമുള്ള കായ. ആ കടക്കാരൊക്കെ ചോദിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ കൊടുക്കാറില്ല. കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ കൊടുക്കാറില്ല. റോബസ്റ്റ കൊലയാണ് ഇത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വിലപ്പം വെച്ചില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു 50 കിലോ ഉണ്ടായിരുന്നു. ഇത് 10-20 കിലോ ഉള്ളൂ. കുറച്ച് കടലേ ഉള്ളെന്ന് തോന്നുന്നു. ഉണ്ടോ, ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വലിപ്പം വെച്ചു കേട്ടോ. 2 പ്രാവശ്യം വളം ഇട്ട് കൊടുത്തായിരുന്നു. നോക്കിക്കേ, ഈ പഴത്തിനൊക്കെ കായ്ക്കൊക്കെ നല്ല വലിപ്പമുണ്ട്. എടുത്തു കൊണ്ടുപോവുക, വീട്ടിനകത്തോട്ട് കൊണ്ടുപോവുക. ഇനി എല്ലാം ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതായിരിക്കും. ഇത് മൂക്കാൻ തുടങ്ങിയുള്ളൂ. ഇനി ഉടനെ പോകാൻ കഴിയാത്ത കാരണം അതും ഇങ്ങ് വെട്ടിക്കൊണ്ട് വന്നു. കുറേ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പം അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊലയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു കല്യാണത്തിന് പോയപ്പം അവിടെ ഇങ്ങനെ വാഴക്കന്ന് വെക്കുന്ന കണ്ടപ്പം ഞാൻ നിർബന്ധിച്ച് വാങ്ങിച്ചാണ്. അത് കാരണം ഈ പ്രാവശ്യം കുറേ വാഴ കൊലയൊക്കെ കിട്ടി. ഇവിടെ ഒരു കൊല ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ പലതരം അവരോട് പറഞ്ഞ് വാങ്ങിച്ചാണ്. പല ടൈപ്പ് വാഴകളൊക്കെ വാങ്ങിച്ച് വെച്ചതാണ്. ഈ മുരിങ്ങക്കായ ഉണ്ട് 3-4 എണ്ണം. എനിക്ക് ഒത്തിരി പൊക്കത്തിലുണ്ടായിട്ടുണ്ട്. അതൊന്നും പറിക്കാൻ പറ്റത്തില്ല. ഇത് വാഴക്കൊല കൊണ്ടുവരുന്നുണ്ട്. നോക്കിക്ക്, നല്ല വലിപ്പമുള്ള കായാണ്. നോക്കിക്ക്, അവനെല്ലാം വന്ന് പരിശോധിക്കുന്നുണ്ട്. ഇവനെന്താ ഹെൽത്ത് ഇൻസ്പെക്ടറാണോ? എടാ, നീ എന്താ ഹെൽത്ത് ഇൻസ്പെക്ടറാണോ? എല്ലാം വന്ന് പരിശോധിക്കുന്നുണ്ടല്ലോ. നോക്കിക്കേ, മുരിങ്ങാക്ക. ഇത് അടുത്ത കൊല. ഇത് റോബസ്റ്റ. കഴിഞ്ഞ അവിടെ കൊടുത്തില്ല. അവിടെ കൊടുക്കുകയും ചെയ്തു. കൊടുത്തതിൻ്റെ ബാക്കിയാണ്. കുറച്ച് പഴുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വെട്ടിയെടുത്തെടുക്കുകയാണ്. ഇനി ഇത് ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇനി